സിറിയൻ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന് അഭയം നൽകി റഷ്യ. അസദും കുടുംബവും മോസ്കോയിലെത്തിയതായി സ്ഥിരീകരിച്ച റഷ്യൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസി. മാനുഷിക പരിഗണനയാൽ അസദിന് അഭയം നൽകാൻ തീരുമാനിച്ചതായാണ് ക്രെംലിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ. അസദിന്റെ വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായെന്നും തകർന്നു വീണെന്നും ആദ്യഘട്ടത്തിൽ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. പിന്നീട് അസദ് സിറിയ വിട്ടതായി റഷ്യ സ്ഥിരീകരിക്കുകയായിരുന്നു. ദമാസ്കസ് നഗരം വിമതർ പിടിച്ചടക്കിയതോടെയാണ് ബഷാർ അൽ അസദ് രാജ്യം വിട്ടത്. അസദ് സഞ്ചരിച്ച വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അഭ്യൂഹങ്ങൾ നിറഞ്ഞു. ദമാസ്കസിൽ നിന്ന് പറന്നുയർന്ന് തീരദേശ മേഖലയിലേക്ക് പോയ വിമാനം പിന്നീട് ഇവിടെ നിന്ന് വഴിതിരിച്ച് എതിർദിശയിലേക്ക് പറന്നു. 3650 മീറ്ററിലധികം ഉയരത്തിൽ സഞ്ചരിച്ച വിമാനം റഡാറിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായത് വെടിവെച്ചിട്ടതാണെന്ന വിലയിരുത്തലിലേക്ക് എത്തിച്ചു. എന്നാൽ വിമാനം ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫ് ചെയ്ത് സിറിയയ്ക്ക് പുറത്ത് കടന്നതായാണ് അസദും കുടുംബവും റഷ്യയിലെത്തിയെന്ന വിവരം പുറത്തുവരുന്നതോടെ വ്യക്തമാകുന്നത്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയ അസദിനും കുടുംബത്തിനും റഷ്യ അഭയം നൽകിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അസദിന് റഷ്യ അഭയം നൽകിയത്. അതേസമയം സിറിയയിൽ അസദിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് സ്വാഗതാർഹമെന്ന് കൂടുതൽ രാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടു. മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും സ്വതന്ത്ര സിറിയയുടെ സാധ്യതയിൽ പ്രത്യാശിക്കുന്നതായും സൗദി അറേബ്യ അറിയിച്ചു. ഭരണ അട്ടിമറിയിൽ സിറിയൻ വിമതരെ അഭിനന്ദിച്ച് താലിബാനും രംഗത്തെത്തി. ഇസ്ലാമിക് തത്വങ്ങൾ അധിഷ്ഠിതമായ പുതിയ ഭരണ സംവിധാനത്തിൽ താലിബാൻ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത് 3 വർഷത്തിലേറെയായി താലിബാൻ നയതന്ത്രപരമായി ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന. ദീർഘകാലത്തെ അസഹിഷ്ണുതയിൽ നിന്നും രാജ്യത്തിന് മികച്ച ഭാവി കെട്ടിപ്പടുക്കാനുള്ള ചരിത്രപരമായ അവസരമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു. എന്നാൽ അടുത്തതെന്തെന്ന ചോദ്യത്തിൽ അനിശ്ചിതത്വവും അപകട സാധ്യതയും നിഴലിക്കുന്നുണ്ടെന്നും ബൈഡൻ വ്യക്തമാക്കി. സിറിയയുടെ പരിവർത്തനത്തിന് അമേരിക്ക സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ബൈഡൻ പറഞ്ഞു. ഭരണമാറ്റത്തിനിടെ സിറിയയിലെ 75-ലധികം IS കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി. സിറിയയിലെ നിലവിലെ സാഹചര്യം മുതലെടുക്കുന്നതിൽ നിന്നും തീവ്രവാദ ഗ്രൂപ്പുകളെ തടയാൻ ലക്ഷ്യമിട്ടാണ് ആക്രമണം. സിറിയയിൽ ബഷാർ അൽ അസദിന്റെ 2 പതിറ്റാണ്ട് നീണ്ട ഭരണത്തിന്റെ തകർച്ചയെ സ്വാഗതം ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തെത്തി. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്ര ദിനമെന്ന് നെതന്യാഹു പറഞ്ഞു. പതിറ്റാണ്ടുകളായുള്ള ക്രൂരമായ അടിച്ചമർത്തലുകളിൽ നിന്നും സിറിയയുടെ പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുന്നുവെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും പറഞ്ഞു. തീവ്രവാദത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും സിറിയയിലെ ജനങ്ങൾ മുക്തമായെന്നും കാനഡ ഈ പരിവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായും ട്രൂഡോ പറഞ്ഞു. എന്നാൽ സിറിയൻ വിഷയത്തിൽ UN സുരക്ഷാ സമിതി അടിയന്തരമായി സ്വകാര്യ യോഗം വിളിച്ചു ചേർക്കണമെന്നാണ് റഷ്യയുടെ ആവശ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.